നടത്തിയ വലിയ പോരാട്ടം പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ കാപ്പാട് ബീച്ചിൽ എത്തിയത് അതൊക്കെ മാരിടൈം ഹിസ്റ്ററിയിലെ വളരെ രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ്. മാരിടൈം ഹിസ്റ്ററി ലോകത്ത് ഒരുപാട് ചരക്ക് വ്യാപാരങ്ങൾ പണ്ടുമുതലേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നടന്നിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പൊ മുസരീസ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊച്ചി എന്റെ പറവൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിൽ ഒരു തുറമുഖമുണ്ടായിരുന്നു. ആ തുറമുഖത്തിന് ലോകത്തിലെ 31 രാജ്യങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ സ്പൈസസ് ആണ് അവരെ മുഴുവൻ ഇങ്ങോട്ട് കേരളത്തിലേക്ക് ആകർഷിച്ചത്. പിന്നെ അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ പറഞ്ഞതുപോലെ 10,000-ലധികം കിലോമീറ്റർ ദൂരമുള്ള തീരദേശമുള്ള ഒരു സമുദ്ര രാജ്യം കൂടിയായി കേരളം മാറുന്നത്. പോർച്ചുഗീസുകാർ വരുന്നത്, പിന്നെ ഡച്ചുകാർ വരുന്നത്, പിന്നെ ബ്രിട്ടീഷുകാർ വരുന്നത്, പോർച്ചുഗീസുകാരുമായി സാമൂതിരി രാജാവ് ഏറ്റുമുട്ടുന്നത്, കുഞ്ഞാലിമരക്കാർ നടത്തിയ വലിയ പോരാട്ടം, കടലിൽ നടത്തിയ വലിയ പോരാട്ടം പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ ഞാൻ സംഘാടകനായ അദ്ദേഹത്തിന് ടെൻഷനായി. സംഘാടകർക്ക് ടെൻഷനാവും, ഞാൻ ടെൻഷനാകാതെ അവിടെ ഇരിക്കാനോ. ഞാൻ എപ്പോഴും പറയും, ഓടുന്ന വണ്ടിയിൽ കയറി നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. വണ്ടി നിർത്തുമ്പോഴേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കറണ്ട് വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. വെറുതെ ടെൻഷനായിട്ട് കാര്യം.